നമസ്കാരം. ഇത് ചുള്ളിക്കൽ ഭാസ്കരൻ, രവീന്ദ്രനാഥൻ മാഷിന്റെ സന്തത സഹചാരിയും ആദ്യകാല സഹപ്രവർത്തകരിൽ ഒരാളുമായ തബലിസ്റ്റ്. തബല ഭാസ്കരൻ എന്ന് പറഞ്ഞാലേ ആളുകൾ അറിയൂ. സ്നേഹം കൂടുമ്പോ രവിയേട്ടൻ തവള ഭാസ്കരാന്ന് വിളിക്കും. ഇതെന്താ ആശുപത്രിയില്? ഇടക്കിടക്ക് കരളിന്റെ കണ്ടീഷൻ മോശമാകുമ്പോ രവിയേട്ടന്റെ മോൻ സച്ചി നിർബന്ധിച്ച് ഇവിടെ കൊണ്ടൊക്കെടുത്തും. ഇപ്പൊ ഒരാഴ്ചയായി. സർവീസ് കഴിഞ്ഞ് ലിവർ കുട്ടപ്പനായ പിന്നെ തുടങ്ങാനൊരു ഉഷാറുണ്ടാവുമല്ലോ. ഇപ്പൊ പറഞ്ഞ കട്ട് ചെയ്തേക്കട്ടാ. വെറുതെ ഡീസന്റ് ആയി ജീവിക്കണം നമ്മള്. കള്ളുടിയന്മാരാണെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിക്കേണ്ടല്ല. 1500 പിന്നെയും കുറച്ച് 500. ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ 5000 തന്നെ ഇങ്ങോട്ട് പോന്നേനെ. അതെങ്ങനെയാ? ആത്മാർത്ഥത വേണോടാ, ആത്മാർത്ഥത. നിനക്ക് വരെ ഒരു കഴുതയാണ് പറഞ്ഞയച്ചിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ നന്നിട്ട് ബാർഗൈൻ ചെയ്തേനെ. കഴുത പുറത്തുനിന്ന് ഞാനെന്ത് ചെയ്യാനാ? നോക്കി പേടിപ്പിക്കല്ലേ. ഇത് തന്നെ തന്നതേ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടാ. അതവര് പറയുകയും ചെയ്തു. ഞാൻ ഇന്നും അച്ഛനെ ഒരുപാട് ചേർത്ത് വിളിച്ചു അല്ലടാ. അതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ. പക്ഷെ ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറ്റണട്ടോ. പേരും പ്രശസ്തി നിന്ന വിശപ്പ് മാറൂ, അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടൂ. കേട്ട് കേട്ട് ബോറടിച്ചു. ബോറടിക്കാൻ നീ എന്തിനാ എന്റെ കൂടെ എപ്പോഴും നടക്കണേ? വണ്ടി എടുക്കണ, ആശുപത്രി ഭാസ്കരൻ ഇറക്കണം. ഓ, ജയിലിൽ നിന്ന് ഇറക്കണം എന്ന് പറയണ പോലെ. ജയിലിൽ നിന്റെ അമ്മായിപ്പനെ ഇറക്കടാ. എന്താടത്? ഇതറിയെങ്കിൽ ഞാൻ ഡോക്ടറായനെ. ഈ ബില്ല് കൂടി ബാക്കിയുണ്ട്. ബില്ലോ? ഇനി ഏത് ബില്ല്? ബില്ലല്ലേ അടച്ചത്? ലാബിന്റെ ബില്ല് അടച്ചിട്ടില്ല. 360 രൂപ കൂടി വേണം. എന്തോര് പറഞ്ഞേ? 360 രൂപ കൂടി വേണോന്ന്. നിനക്ക് നേരത്തെ പറഞ്ഞോടായിരുന്നോ? 2 ദിവസം മുമ്പ് ഓർമ്മിപ്പിച്ചതാ. അപ്പൊ എല്ലാം കൂടി ഡിസ്ചാർജ് ചെയ്യുമ്പോ അടയ്ക്കാന്നല്ലേ പറഞ്ഞേ? തോന്നുമ്പോ തോന്നിയല്ലോ. എന്റെ ആശുപത്രി ബ്ലേഡ് കമ്പനിയാ. നിങ്ങളുടെ കള്ളക്കളിന്ന് എന്റെ അടുത്ത് വേണ്ട. എന്ത് കളി? കള്ളക്കളി. നിങ്ങളുടെ പേഷ്യന്റിന്റെ ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്തത് തന്നെയാ. യൂറിൻ ചിലപ്പോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു പറഞ്ഞാൽ സമ്മതിക്കില്ല. ആ ഇരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു തുള്ളി ബ്ലഡ് ഇല്ല. ഫുൾ ചാരായ. ബ്ലഡ് ഉണ്ടായിരുന്നെങ്കിൽ അയാളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുമായിരുന്നോ? കണ്ണി ചോരയില്ലാത്തവൻ. ഒരു മിനിറ്റ് മോനെ സച്ചി, പോണ്ട നമുക്ക്. ഒരു ബില്ല് കൊടുക്കണം ഇത്രക്ക് നേരോ? ഒന്ന് പുറത്തിറങ്ങിയ ഭാസ്കരന് കാറ്റുള്ളായിരുന്നേ. ബാക്കിയുള്ളവരുടെ കാറ്റ് പോറായി. കയ്യിൽ കാശിന് 360 രൂപ എടുത്ത്. നീ എന്താ കളിയാക്കണ? അവന്റെ ഒരു തമാശ. കാച്ചേ, അതും എന്നോട്. ലാലപ്പ, നിന്റെ വല്ലതും ഉണ്ടോടാ? എന്റെ ഇപ്പൊ ഒരു അറിഞ്ഞാണുണ്ട്. അറിഞ്ഞാണെങ്കിൽ അറിഞ്ഞാണം. തൽക്കാലം പണയം വെക്കാം, കാര്യം നടക്കട്ടെ. അതിന് ഈ കറുത്തയാരുടെ പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ ജെന്നിഫറിനൊന്ന് വിളിച്ചാലോ? ഞാൻ മനസ്സിന് വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ചെന്ന് ഇടിച്ചു നിൽക്കുമെന്ന്. സച്ചിട്ട് ധൈര്യമായിട്ട് വിളിക്കും. ഹലോ, ഉണ്ട്. ജെന്നിഫറിന്റെ ഫോൺ. ഹലോ, എന്തു പറ്റിയൊന്ന് വിളിക്കാൻ? ഒരു 1.25 രൂപ വഴിന്ന് കളഞ്ഞു കിട്ടിയോ? അത് പിന്നെ ജെന്നി, ഞാനിപ്പോ ആശുപത്രിന്ന് വിളിക്കണത്. നമ്മുടെ ഭാസ്കരനെ ഡിസ്ചാർജ് ചെയ്തപ്പോ ബില്ലടയ്ക്കാൻ കുറച്ച് പൈസയുടെ ഷോർട്ടേജ് ഉണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഓർമ്മ വരിക നിന്റെ ഐശ്വര്യമുള്ള മുഖമല്ലേ? ഓ, അത് പറ. വെറുതെ അല്ലേ ലോക്കൽ കോളിന് കാശ് മുടക്കിയത്. പക്ഷെ ഐ എം വെരി സോറി സർ, എന്റെ കയ്യിൽ കാശില്ല. ഇയാളുടെ കയ്യിൽ കാശുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ എവിടെന്നെങ്കിലും ഒപ്പിച്ചു തരണം. എപ്പോഴും അവിടെ നിന്ന് ഒപ്പിച്ചു തന്നിട്ട് ഇപ്പൊ കാശ് എത്ര തരാനുണ്ടെന്ന് വല്ല ഓർമ്മയുണ്ടോ? അതൊക്കെ പഴയ കണക്കല്ലേ. വേണ്ട, കണക്ക് കൃത്യമായിട്ട് പാട്ടുസേട്ടിന്റെ കടയിലെ ചുമരിന്മേലുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച വാങ്ങിയ 180 രൂപയും ചേർത്ത് ഇപ്പൊ മൊത്തം 1375 രൂപ 50 പൈസ ഉണ്ട്. ജെന്നി, നമ്മുടെ സർക്കാർ തന്നെ 10-15 കോടി രൂപ കടത്തില്ല. അതിന്റെ ഇടയിലെ പിച്ച കാശ്. നാണക്കേട്. നമ്മുടെ നാടിന് നാണക്കേടല്ലേ? അതുകൊണ്ട് എഴുതി തള്ളിയേക്ക്. ഈ നാണക്കേട് എനിക്ക് ശീലമായതുകൊണ്ട് എഴുതിത്തള്ളാൻ ഒക്കൂല്ലല്ലോ മോനെ സച്ചിദാനന്ദ. അവിടെ നല്ല ജോലി തിരക്കല്ലേ, നമുക്ക് സംസാരിച്ചാലും നേരമില്ല. ഞാൻ ആലപ്പന അങ്ങോട്ട് വിടേ. മോള് പെട്ടെന്ന് കൊടുത്തുവിടട്ടാ. ഞാൻ വെക്കാണേ. അയ്യോ, വെക്കല്ലേ, എന്റെ ഇല്ല കേട്ടോ. ഉണ്ട് 360 റുപ്പീസ്. പെട്ടെന്ന് കൊടുത്തുവിടണേ. അപ്പൊ മര്യാദക്ക് സംസാരിക്കാനൊക്കെ അറിയാല്ലേ? മര്യാദക്ക് സംസാരിച്ച ബില്ലിന്റെ ബാക്കി താൻ വേണ്ട നോക്കിയോ? പോയി വാങ്ങിച്ചിട്ടോ ലാലപ്പ. പെൺകുട്ടിയുടെ വായി നോക്കിക്ക. എന്താ പേര്? വേം വിട്ടോ. എന്നാ വിട്ടോ. എങ്ങോട്ടാ? അല്ല, പാട്ടുസേനെ കണ്ടിട്ട് കുറച്ചു ദിവസം പോയി. ചെല്ലു. ഡോക്ടർ പറഞ്ഞ ഓർമ്മയില്ലേ? കുറച്ചു ദിവസം പോയി വീട്ടിൽ. ഞാൻ കേറി തുടനെ പോയിക്കോളാന്ന്. മര്യാദ പറഞ്ഞ മനസ്സിലാവില്ലേ? അങ്ങോട്ട് കേറി. എടോ, പോണ വഴിയിൽ പല ബോർഡും കാണും നിർത്താനും പറയും. വീട്ടിലെത്താതെ എങ്ങനെ നിർത്തിയാ? അല്ല, ആരെങ്കിലും വട്ടം ചാടുമ്പോ നിർത്താവോ? ചേച്ചി ആ സമയത്തൊന്ന് ശ്രദ്ധിച്ചോണേ. ആ ഗ്യാപ്പിൽ പുറത്തേക്കാണ്. അപ്പോഴും നിനക്കെന്നെ വിശ്വാസമില്ല. ആയിക്കോട്ടെ. എവിടേക്കാ നിർത്തിയടാ? നിർത്തിയെന്ന് നിന്റെ അച്ഛന്റെ പേരിൽ സത്യം ചെയ്ത് നിനക്ക് വിശ്വാസമായില്ലേ? ശരി, വേണ്ട. വണ്ടി
പോണ പോക്കിന് ബ്രേക്കിലെങ്ങ കാല് വെച്ച അടിച്ച് നിന്റെ കരണം പൊട്ടിക്കും. പോട്ടെ മോനെ, ആഹാരമൊക്കെ സമയത്തിന് കഴിക്കണം. ഞാൻ പോയി കിടക്കട്ടെ. ആ ചെല്ലു ചെല്ലു. അതിലേ പോയിട്ട് ഇതിലേ വന്നിരിക്കുക. തവള ഭാസ്കരേ. ഭാസ്കര, എന്താടോ ഇത്? നിന്നോട് പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞല്ലേ സച്ചി? അവൻ ആരാ എന്നോട് കൽപ്പിക്കാൻ? അവന്റെ അച്ഛൻ കൽപ്പിച്ചിട്ടില്ല എന്നോട്. എന്നിട്ട് എന്നെ അവൻ ഭരിക്കാൻ പറ്റേ. ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ കാച്ചിനവൻ വേണം. കള്ളു കുടിക്കാനും വട്ടച്ചെലവിനും എന്തെങ്കിലും താടാന്ന് പറഞ്ഞ് ഇടക്കിടക്ക് തല ചൊറഞ്ഞ് നിൽക്കണ കാണാലാ. ആഹാ, അതെന്റെ അവകാശമാണ്. ഒന്നില്ലെങ്കിൽ അവന്റെ അച്ഛന്റെ തോളത്ത് കൈയിട്ട് ഒരുപാട് നാള് നടന്നവനാ ഈ തബല ഭാസ്കരൻ, അല്ലല്ലോ ഈ. എന്നിട്ട് ആ സ്ഥാനം എനിക്കോ തരണ്ടേ? തിന്നരുത്, കുടിക്കരുത്, തൂറരുത്. ഒരു ദിവസം ഞാനവനെ മര്യാദ പഠിപ്പിക്കും. കരണക്കുറ്റി നോക്കൊരു പളങ്ക് പളങ്കിയ പമ്പരം കറങ്ങണത് പോലെ കറങ്ങൂല. കറങ്ങും കറങ്ങൂല. കറങ്ങും ഇല്ലെന്നേ. കറങ്ങും. മോനെ സച്ചൂട്ടാ, നീ എപ്പ വന്നടാ? നിന്നെ കണ്ടപ്പോഴല്ലേ ഞാൻ നോക്കിയത്. ലാലപ്പനെ ഏൽപ്പിച്ച 40 രൂപ എവിടെ? ഏത് ലാലപ്പൻ? എന്ത് 40 രൂപ? ആ 40 രൂപ എടുക്കണോ? ഏടോ പോടെന്നൊക്കെ വിളിച്ചാണ്ടല്ല, നിന്റെ അച്ഛന്റെ ഫ്രണ്ടാണ് ഞാൻ. ശാപിക്കും ഞാൻ. ഇങ്ങോട്ട് മാറിക്കണോ? ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഇതാന്റെ സ്ഥാനം. ഇവിടെ നല്ല സുഖ. ഊതടോ ഊതടോ തബല ഭാസ്കര. ഞാൻ ഇന്നവരെ ആരും ഊതിട്ടില്ല മോനെ. ഊതാൻ ആ കാശുന്റെ കള്ളു കുടിച്ചല്ലേ? നീ എനിക്ക് വേണ്ടി ആശുപത്രി കൊണ്ടുപോയി എത്ര രൂപ ചെലവാക്കിയടാ? വേറെ ആരും ചെയ്യോടാ? നിന്റെ കാലശേഷം ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലെന്ന് ആലോചിച്ച് മനസ്സ് വിഷമിച്ചപ്പ ആ ലാലപ്പന്റെ കയ്യിൽ നിന്ന് ബാക്കി വന്ന 40 രൂപ വെച്ച് ഞാൻ കള്ളുപിടിച്ച്. നീ ഞങ്ങൾക്ക് മോനല്ലടാ, മോനല്ല. ഞങ്ങൾക്ക് ജനിക്കാതെ പോയ അച്ഛനാടാ അച്ഛൻ. ഈ സങ്കടം നമുക്കൊന്ന് ആഘോഷിക്കണം. ലൂയി, ക്ലാർനെടുക്കണോ? ചേച്ചി, തവണ എടുക്ക്. എനിക്കൊന്ന് പെരുപ്പിക്കണം. അച്ഛന്റെ കാലം മുതൽ എല്ലാരും കൂടി പെരുപ്പിച്ച് ഒരെണ്ണം പോലും ഗതി പിടിച്ചില്ലല്ലോ. ഇനി കള്ളുടിച്ച് അവിടെ എവിടെയെങ്കിലും കിടക്ക്. ആശുപത്രി കൊണ്ടുവന്ന് എന്റെ പട്ടി വരും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഓ, ഗഗറി ജൂതൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇയാൾക്കിട്ട് എന്ത് പണിയാ കൊടുക്കുക? ഇരിക്കുന്നുണ്ടില്ലേ മണവാട്ടിയെ പോലെ മൂക്കറ്റം കുടിച്ചിട്ട്? ഇങ്ങനെ എന്തിന്റെ കേടാ? രക്തം കൊടുത്തിട്ട് കിട്ടിയ കാശോണ്ടാ കള്ളു കുടിച്ചിട്ട് വന്നിരിക്കണേ. ഇതിനു മുമ്പ് കുടുംബാസൂത്രനായിരുന്നു. അന്ന് അതിന് കിട്ടിയ ബക്കറ്റ് വരെ വിറ്റിട്ട് കള്ളു കുടിച്ച ആളാ. ഇനി കിഡ്നി ആവും വെക്കുക. യോ മോനെ, അങ്ങനെ ആണെങ്കിൽ ഇനി അവന്റെ കിഡ്നി നമ്മൾ ആരെങ്കിലും വാങ്ങിച്ച് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ആ കിഡ്നി ചട്നിയായി കാണും. യോ, നിങ്ങൾക്ക് എന്തിന്റെ കേടാ ഭാസ്കരേട്ടാ? ഇന്ന് നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇന്നത്തെ ദിവസം ഞാൻ കുടിക്കും. ആരെങ്കിലും വാങ്ങിച്ചു തന്നാ ഇനിയും കുടിക്കും. എന്നാ നീറ്റ് എന്റെ കൂടെ വാ, ഞാൻ വാങ്ങിച്ചു തരാം. അവിടെ ഇരിക്കാൻ. ഇല്ലേ? മോന്റെ അച്ഛന്റെ അന്നെടുത്ത ആ പ്രോഗ്രാം ഉണ്ടല്ലോ, അത് ടി വി കണ്ടപ്പോ ഒന്നും മിണ്ടാതെ എണീറ്റ് പോയി. അപ്പോഴേ തോന്നി ഇന്ന് ഫുൾ ടാങ്കിലായിരിക്കും തിരിച്ചു വരവന്നു. രവിയേട്ടൻ പോയിട്ട് 10 കൊല്ലം തികയണ ദിവസം. ആ ഓർമ്മകള് തകട്ടി വന്നപ്പോ ഇങ്ങനെ സഹിക്കാൻ പറ്റില്ലടാ മോനെ. ഓ, ബാക്കി ഒറ്റ ദിവസം തൊടാറില്ലല്ലോ. ആ അച്ഛന്റെ ഈ മോനില്ലാത്ത ദുഃഖം നിങ്ങൾക്ക് എന്തിനാ? നിനക്ക് അച്ഛനോട് സ്നേഹമില്ല, അതുകൊണ്ടല്ലേ നീ കുടിക്കാത്തത്. പക്ഷെ അച്ഛന് നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ കുടിച്ചിരുന്നത്. മോനെ, കുടിയന്മാരുടെ ചങ്ക് കിള്ളി പൊളിച്ച് നോക്കിയാ അത് മുഴുവൻ സ്നേഹമായിരിക്കടാ, സ്നേഹം. ഇങ്ങേരോട് സംസാരിക്കണ നേരം കൊണ്ട് കടപ്പുറത്ത് പോയത് തരയണം. Excuse me, sir. Can you tell me the way to Ernakulam? അതിപ്പോ ഗോ ദിസ് വേ, Yeah. ദാറ്റ് വേ, ബസ് സ്റ്റോപ്പ്. Yeah. എറണാകുളം ബസ്. Okay. സച്ചി വന്നുണ്ട്. നമ്മൾ അവരുടെയും സമ്മാനം മേടിച്ചു എന്നറിഞ്ഞാ പൊരിച്ചു തിന്നു അവൻ. വേഗം അടിച്ചു മാറ്റിക്കോ. അയ്യോ, എനിക്ക് ആരെ കാണാൻ പറ്റില്ല. അയ്യോ, എന്താ എന്താ? അയ്യോ, ആരാ നിങ്ങൾ ചാക്കിലാക്കിയത്? എന്താ? അയ്യോ. അല്ല, ഇതെന്താ വയസ്സന്മാരുടെ ഫുട്ബോൾ ടീമാ? ഒരേ മാതിരി. ആരാ ഗോളി? അതിപ്പോ പിടിക്കുന്ന ആരാണോ അയാള് ഗോളി. ഇല്ലയോ? എന്നാ ഞാൻ ഗോളി. സത്യം പറ, ഇതെവിടെ ഒപ്പിച്ചു?
രവീന്ദ്രൻ സാറിന്റെ മകൻ നന്നായി ഫുട്ബോൾ കളിക്കുമെന്ന് പറഞ്ഞ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചാണോ യൂസുക്ക? അതിപ്പോ ആരെങ്കിലും സ്നേഹത്തോട് തന്ന വേണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ? ആ നമ്മുടെ പഴയ പാട്ടുകാരി ആര്യാദേവി മോളും വന്നിരുന്നു. അത് ശരി. ഓ, നിങ്ങളുടെയൊക്കെ പഴയ ചരക്കാണല്ലോ. ദേ, അവരെ പറ്റി തോന്നിവാസം പറയരുത്. ഓ, വിശേഷണം തെറ്റിയല്ലേ? പിന്നെ എന്താണാവോ ആ മാന്യ മകളാരത്നത്തിന് വിളിക്കേണ്ടത്? അയാൾ ഉണ്ടാക്കിയ പാട്ട് പാടിയിട്ട് ആര്യാദേവിക്ക് പേരും പ്രശസ്തിയും കിട്ടിയെന്നുള്ള നേരാ. പക്ഷേ ആ കടപ്പാടിന്റെ പേരും പറഞ്ഞ് മുതലാക്കാൻ ചെന്ന ആരെങ്കിലും നിന്ന് കൊടുക്കുവോ? നിന്റെ അച്ഛന്റെ പ്രതിഭയും സംഗീതം ഒക്കെ കൊള്ളാം. പക്ഷേ ചില നേരത്തെ ആളൊരു മഹാബോറനായിരുന്നു. അത് പിന്നെ നിങ്ങളൊക്കെ ആയിരുന്നില്ലേ കൂട്ട്? മോനെ, അച്ഛന്റെ സംഗീതത്തിനെ ഞങ്ങൾ കൂട്ടുണ്ടായിരുന്നുള്ളൂ. അതും സിനിമയുടെ പത്രാസൊക്കെ വരുന്നതിന് മുന്നേ പിന്നെ മാത്രം. പണവും പ്രശസ്തിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കൊണ്ടു നടക്കാനും ചൂഷണം ചെയ്യാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അച്ഛന്റെ ചീത്ത വശ എപ്പോഴും നിന്റെ തലേ കയറിയിട്ടുള്ളൂ. നിന്റെ അച്ഛൻ ഉണ്ടാക്കിയ സംഗീതത്തിന്റെ നന്മയുണ്ടല്ല, അതൊന്ന് തൊട്ടു നോക്കാൻ പോലും നീ മെനക്കെട്ടിട്ടില്ല. കലാകാരനായ അച്ഛനെ പോലെ നശിച്ചു പോവൂ എന്നുള്ള നിന്റെ മണ്ടൻ പ്രമാണം ഉണ്ടല്ല, എത്ര ആലോചിച്ചിട്ടും അതാ എനിക്ക് പിടിയിട്ടാത്ത. അതെ, പെട്ടിപ്പാട്ടും കേട്ട് ഈ ഗുദാമിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി കിടക്കണ നിങ്ങൾക്കൊന്നും പിടികിട്ടില്ല. പാതിരാത്രി വരെ കസർത്ത് തട്ടി ഓടി നടന്നിട്ടും മാസം ഒന്ന് വട്ടുവെത്തിക്കാൻ ഞാൻ പറഞ്ഞ പാഠം എനിക്കറിയാം. അതിന്റെ ഇടയിലാ കോപ്പിലൊരു സംഗീതം. കാരസ്കരത്തിൻ ഗുരു പാലിട്ടാൽ കാലാന്തരേ കയ്പ് ശമിപ്പതുണ്ടോ? അതുമായിട്ട് എന്താ ബന്ധം? നീ വിട്ടേ, ഇതും കൊണ്ട് വേറെ കാര്യമുള്ളതാ. നീ പോർത്തക്ക എനിക്ക് ഓടാൻ വയ്യ. ആരാ? ആളറിയാതെ ആണെങ്കിലും നിനക്കൊരു അടിയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. വിളിക്കല്ലേ? ഈ സമയത്ത് ഞാൻ പ്രായമൊന്നും നോക്കൂലോ പാപ്പ. ഈ ഒരു കയ്യകലത്തിൽ നിന്ന് മാറി അവിടെ എവിടെയെങ്കിലും പോയിരുന്നു. സ്ത്രീ പീഡനത്തിന് കേസെടുക്കാൻ നിന്റെ ഭാഗ്യം. അതിനെ സ്ത്രീകളെ കയറി പിടിച്ചാലല്ലേ കേസെടുക്കൂ. ഇടക്കാലാശ്വാസമായിട്ട് കെട്ടിയിരുന്ന ഒരു പണി നീ കാരണം ഇല്ലാണ്ടായി. ഇയാൾക്കപ്പ എന്റെ പേരൊന്ന് വിളിച്ചുകൂടായിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ ജെന്നി ജെന്നിന്ന് വിളിച്ചു. നീ കേട്ടത് പന്നി പന്നീന്നല്ലേ? കൈയൊക്കെ കെട്ടി വലിയ കൊമ്പത്തി ഉദ്യോഗമാണെന്നല്ലേ വീം പിടിച്ചിരുന്നത്? തയ്യൊക്കെ ഉണ്ടായിരുന്നല്ലോ ബാക്കില്, നീ കണ്ടില്ലേ? എന്താ അവിടെ എഴുതണത്? കണക്ക്. ഡോക്ടറെ കണ്ടതും സ്റ്റിച്ചിട്ട വകയിലും പിന്നെ അവിടെ നിന്ന് ഇവിടെ വരെ ഓട്ടോറിക്ഷ പിടിച്ചു വന്നതും എല്ലാം കൂടെ കൂട്ടി 310 രൂപ. ആ മറന്നു വന്നു. പിന്നെ ഉണ്ട് 60 രൂപ. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിയത്. അപ്പൊ എല്ലാം കൂടെ കൂട്ടി 370 രൂപ. അത് ആ കുട്ടിയല്ലേ കൊടുത്തത്? അതിന് ഇയാളെന്തിനാ കണക്കെഴുതുന്നേ? അത് തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്. നാളെ കാലത്ത് ഞാൻ തിരിച്ചു കൊടുക്കൂലേ? ഇയാളെ പോലെ അല്ല ഞാൻ. എനിക്കേ അഭിമാനമുണ്ട്. അത് നീ എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ. എനിക്ക് അഭിമാനം കൂടിയതുകൊണ്ടാ ദരിദ്രവാസിയായിരുന്നിട്ടും 10,000 രൂപയുടെ കെട്ട ആ തള്ളയുടെ മോളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തത്. അതെ, അത് പറയാനാ കുട്ടി എന്നെ വിളിച്ചോണ്ട് വന്നത്. അല്ലാതെ നായകന്റെ വീരസിംഗ് കണ്ട് പ്രേമപരേക്ഷയെ പുറയൊന്നും വന്നതല്ല. പിന്നെ നായകൻ വലിച്ചെറിഞ്ഞ നോട്ടുകൾക്കിടയിലേ 100ന്റെ 5 ഗാന്ധി കുറവുണ്ടായിരുന്നു. അടിച്ചു മാറ്റിയില്ലേ കള്ളൻ. ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹോട്ടലിൽ എത്താറായപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. അതാ ഓട്ടത്തിന് തിരിച്ചു വന്നേ. നമസ്കാരം സേട്ടു പാപ്പ. ഇന്നലെ ഇവിടെ വന്നു പോയപ്പോ അമ്മ പറഞ്ഞു സേട്ടു പാപ്പന്റെ കയ്യില് പഴയ റെക്കോർഡ്സിന്റെ നിറയെ കളക്ഷൻസ് ഉണ്ടെന്ന്. എവിടെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ, അതിനെന്താ, ഒരുപാട് ഉണ്ടായിരുന്നാണ് കേട്ടാ. ഒക്കെ ഓരോരുത്തർ കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. നീ ആ ചുമരുമ എഴുതിയിട്ടോ, എന്നിട്ട് 500 രൂപ കൊച്ചിനോടത്തേക്ക്. നമുക്കെന്തിനാ വല്ലവരുടെ കാശ്? നാണക്കേടല്ലേ? നമുക്ക് അഭിമാനമല്ലേ വലുത്? അഭിമാനില്ലേ? അഭിമാനം ഇല്ലേന്ന് ചോദിച്ചാ സത്യം പറഞ്ഞ ഞാൻ അറിഞ്ഞോണ്ടല്ല. ഈ അമിതാഭ് ബച്ചനും ജയബാദ്രി അഭിനയിച്ച അഭിമാൻ ഇല്ലേ? ഓ, അതില്ലാത്ത ചില ആളുകളോട് വന്നു പോകുന്നോണ്ട് അത് മാത്രം അവിടെ വെക്കാറില്ല. സേട്ടു പാപ്പ, ഓ, ഈ അഭിമാൻ കിട്ടണമെങ്കിൽ 500 രൂപ കൊടുക്കേണ്ടി വരും അല്ലേ? 500 രൂപ എടുത്തേ. ഒരു 500 രൂപ തരാൻ. ഈ സമയത്ത് ഞാൻ പ്രായം നോക്കൂല മോനെ. ഈ കയ്യകലത്തുനിന്ന് മാറി നിന്നേക്ക്. എടാ, 500 രൂപ ഞാൻ ആരാണ്? സേട്ടല്ലേ? ഇപ്പൊ ഒരു പാട്ട് മാത്രമല്ലേ ഉള്ളൂ. എന്നാലും നോക്ക്. നീ ഒരു കാര്യം ചെയ്യും, അതൊക്കെ പറയേ.
നീ ഒരു കാര്യം ചെയ്യേ, 500 രൂപയ്ക്ക് അത് 2 കിടക്കെടുത്ത് കൊടുത്തേക്ക്. കിടക്കായിട്ട് കൊടുത്താ തെറ്റിദ്ധരിക്കില്ലേ? എന്നാ പിന്നെ നീ വേറൊരു കാര്യം ചെയ്യ്. എന്താ? എന്നെ അങ്ങോട്ട് പണയം വെച്ച് എന്നിട്ട് കിട്ടണ അങ്ങോട്ട് കൊടുത്തേക്ക്. അല്ല, ഞാൻ 5 പൈസ അല്ല ചോദിച്ചത്, 500 രൂപയാ. ആ പെൺകൊച്ചിന്റെ മുമ്പിൽ ചെന്ന് നാറ്റിക്കരുത്. എന്റെ അഭിമാനം. അഭിമാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നു, കുറച്ചു നേരം മുമ്പാ വിറ്റത്. എന്നെ പറ്റി എന്താ വിചാരിച്ച്? വെറുതെ ഇരിക്കുന്ന അമിതാഭ് ബച്ചനെ ജയബാദുരൊന്നും ഇതിൽ പിടിച്ച് വലിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഇതിൽ പൊക്കോണ്ടെന്ന് വിചാരിച്ചു ഞാനെന്താ അങ്ങനെ കണ്ട പേടിക്കുന്നു വിചാരിച്ചോ? ഞാൻ കണ്ടിട്ടുണ്ട് അമിതാഭ് ബച്ചന്റെ സിനിമയൊക്കെ, എനിക്കങ്ങനെ നന്നായിട്ട് അറിയാം. അല്ല പിന്നെ എല്ലാരോടും കുറെ നേരമായി അഭിമാൻ അഭിമാൻ അഭിമാൻ. 500 രൂപ തന്നിട്ടാണെങ്കിൽ ഞാൻ കൂലിപ്പണി എടുക്കും. അല്ല, കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ 500 രൂപ തിരിച്ചു തരും. നിനക്ക് ഞാൻ വച്ചണ്ടാ യൂട്യൂബ് ബ്രൂട്ടസി. കൊറേ നേരമായി നിക്കണ്. നീ കുറെ നേരം ഓടണോ? എന്റെ വഴി ഇങ്ങടാ ചേട്ടാ. ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോ, മൂക്കിന്റെ ബ്രിഡ്ജ് പോയി. ഒന്ന് വേഗം എടുക്കട്ടെ, സ്റ്റിച്ച് പൊട്ടി. പോ. അവൻ ആളൊരു ചൂടനാ. ഇവനെ പോലെയല്ല, ആളും തരവും നോക്കി പെരുമാറാൻ അറിഞ്ഞൂടാ. എന്ന് കരുതി ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ദേ, ഞങ്ങൾക്ക് ഒരു പിണക്കും ഇല്ലാട്ടോ. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കി ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി. ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ? ഡെസേർട്ട് വല്ലതും, ഐസ്ക്രീമോ മറ്റോ? എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ. വേണ്ടാന്ന് പറഞ്ഞാ ഇപ്പോഴും പിണക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലോ? വോയിസിനെ എഫക്ട് ചെയ്യുന്നൊന്നും സാധാരണ ഞാൻ കഴിക്കാറില്ല. എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങോട്ട് ആ എടാ ചെക്ക, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എടാ, നീ ആരാണെന്നാണോ നിന്റെ വിചാരം? ഇന്ന് ഭാസ്കരൻ കള്ളു കുടിച്ചിട്ട് തന്നെയാണോ വന്നേക്കണത്? നിന്നോട് 4 വർത്താനം പറയാൻ. നീ കാശ് തന്നില്ലെങ്കിലും ഭാസ്കരന് കള്ള് കിട്ടൂടാ. എടാ തോപ്പേ, എടാ എരപ്പേ, നീ എന്നെ പറ്റി എന്താണ് വിചാരിച്ചത്? ഉസ്താദ് അല്ലാരക്കാന്ന് കേട്ടിട്ടുണ്ടോടാ? എവിടെ കേക്കാൻ? പണ്ട് ബോംബെയിൽ നിന്റെ തന്തയുടെ കൂടെ കൊട്ടാൻ പോയപ്പോ എന്റെ പെരുപ്പിക്കല് കണ്ട് സ്റ്റേജിലോട്ട് കേറി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ച് കൈകൊണ്ട് അതൊക്കെ പോട്ടെ. യേശുദാസ് എന്ന് കേട്ടിട്ടുണ്ടോ നീ? ഗാനഗന്ധർവൻ യേശുദാസ്. ഞാനൊന്ന് വിളിച്ച ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കും. ശേഖരണ്ണന്റെ മോൻ AR റഹ്മാൻ വരും. അല്ലാരക്കാന്റെ മോൻ സക്കീർ ഹുസൈൻ വരും. മുമ്പിൽ വന്നിന്ന് തലചൊറിഞ്ഞ് എന്താ ഭാസ്കരേട്ടാന്ന് ചോദിക്കും. കള്ളൂടിയം ഭാസ്കരന്റെ പത്രാസ് കണ്ടിട്ടല്ല, ഈ സിദ്ധി കണ്ടിട്ടാണ്. എന്നിട്ട് എന്റെ സ്വന്തം രവിയേട്ടന്റെ മോന് മാത്രം എന്താ ഒരു വിലയില്ല. നിന്നെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ മുഴുവൻ പറ. 58ാമത്തെ വയസ്സിൽ എനിക്ക് ശുക്രദശയെന്ന് എന്റെ ഈ കൈ നോക്കി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് 58 നടപ്പാ. എന്നിട്ട് ശുക്രൻ തെളിയാനുള്ളൊരു വഴി ആ കൊച്ചു വന്ന് പറഞ്ഞപ്പോ മൂടും തട്ടിയൊരു പോക്ക് അവന് പറ്റൂലാത്രേ. എന്താണ് പറ്റാത്തത്? പാടൂലാണ് ശബ്ദം ചെയ്യാൻ നീയടാ തച്ചോളി ഒതന്നാ. അല്ല ഉണ്ണിയാർത്ര മോനാ, നിന്നെ കൊണ്ട് ഞാൻ പാടിക്കോടാ. നിന്റെ കഴുത്തിൽ കുറെ നേരമല്ല നീ കിടന്ന് കുറയ്ക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ വേണ്ട വേണ്ട നിൽക്കുമ്പോ നിന്റെ തല കയറാൻ പോണോ? നിനക്കെത്ര പ്രായടാ? മൂത്താണ് ഇളയതൊന്നും ഞാൻ നോക്കൊന്നുമില്ല. എന്റെ അമ്മ മകളും താമസിക്കുന്ന വീടാത്. ഇവിടെ കിടന്നെങ്കിലും ബഹളം ഉണ്ടാക്കിയ ഇനി ഒരു നിമിഷം അവിടെ നിന്ന് ഒറ്റ ചവിട്ടന്റെ കൂമ്പേക്കറിയോ. നമുക്ക് പോവാം. അവൻ നല്ല വെള്ളത്തില. അവന്റെ വെള്ളം ഇറങ്ങി അവൻ നോർമൽ ആയിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഇതങ്ങനെ വെള്ളത്തിൽ സംസാരിക്കേണ്ട കേസല്ലേ? അപ്പൊ നിങ്ങൾ തമ്മിൽ ആയിക്കോ, എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇപ്പൊ എത്ര വൃത്തിയായി പോയ കാര്യങ്ങൾ. ഷാപ്പ് പൂട്ടിക്കാണോ? ഭാസ്കരേട്ടാ, ഭാസ്കരേട്ടാ, കിടക്കണ കിടപ്പണ്ട. എനിക്കാണ് സാധനം. ഇറങ്ങട്, മുടിച്ച് പാമ്പായി നടക്കുക. എന്താ കലപ്പാ? എടുക്ക, എന്താ പ്രശ്നം? കേറേ. എവിടേക്കാ? അപ്പൊ കൊണ്ടാട്ടോ ചേച്ചി. ഇവിടെ ഇറങ്ങേട്, കൊല്ലും. നീ വിട്ടേ, ഏതാണ്ട് കള്ളൂടിയന്മാരെ പിടിച്ചിട്ടുണ്ടെന്നെ പോലെ.
ആ തബലെടുത്ത് വെച്ചിരുന്നേ. ആ തബലെടുത്ത് വെച്ചിരിക്കാൻ. ആ